ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇരിഞ്ഞാലക്കുട കാട്ടൂരിനകത്ത് ഞങ്ങൾ നിർമ്മിച്ച ഭവനത്തിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. 6 സെൻറ്റിൽ 3 ബെഡ്റൂമോട് കൂടിയാണ് ഈ ഭവനം നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഭവനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഒരു ചെറിയൊരു കോമ്പൗണ്ട് വാളാണ് നമ്മളവിടെ ചെയ്തേക്കുന്നത്. കോമ്പൗണ്ട് വാൾ ഒരു 120 ഹൈറ്റിലുള്ള കോമ്പൗണ്ട് വാളാണ് ചെയ്തേക്കുന്നത്. ജ്വാളി, ബ്രിക്ക്, അതുപോലെ GI പൈപ്പ്, ഇത് 3ഉം യൂസ് ചെയ്തിട്ടാണ് നമ്മളതിൻ്റെ കോമ്പൗണ്ട് വാൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിലേക്ക് ഫസ്റ്റ് കയറി വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പാത്ത് വേ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഷഹബാദ് സ്റ്റോണും കുറച്ച് പെബിൾസും ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരു ചെറിയൊരു പാത്ത് വേ ഫ്രണ്ട് ഡോറിൽ നിന്ന് ഗേറ്റിലേക്ക് ചെറിയൊരു പാത്ത് വേ നമ്മളവിടെ ചെയ്തിട്ടുണ്ട്. പാത്വേയിൽ നിന്നും നേരെ കയറി വരുന്നത് സിറ്റ് ഔട്ടിലേക്കാണ്. ഫ്രണ്ട് ഡോർ ഡബിൾ ഡോറായിട്ടാണ് ചെയ്തേക്കുന്നത്. ഒരു സൈഡിൽ ഗ്ലാസ്, ഒരു സൈഡിൽ വുഡ് എന്ന തീമിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. വീടിൻ്റെ ലിവിങ് ഏരിയയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ലിവിങ് ഏരിയയിൽ നമ്മൾ സ്പെഷ്യലായിട്ട് ഒരു വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ലിവിങ് ഏരിയയിൽ 2 വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഒരു വിൻഡോ 1 മീറ്റർ ഹൈറ്റിലുള്ള വിൻഡോ ആണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഒരു ഇൻഡസ്ട്രിയൽ മോഡലിലുള്ള ഒരു ഇൻറ്റീരിയറാണ് ഓവറോൾ ഈ വീടിൻ്റെ ടോട്ടലി നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനോട് യോജിക്കുന്ന രീതിയിലാണ് മൊത്തം ഇൻറ്റീരിയർ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഇരിക്കുന്ന ചുമരാണ് നമ്മൾ റെഡ് തീമിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിലൊരു നമ്മൾ തന്നെ കസ്റ്റമൈസ് ചെയ്ത ഒരു ഹാങ്ങിങ് ലൈറ്റും പ്ലാന്റൊക്കെ വെച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തന്നെ കസ്റ്റമൈസ് ചെയ്ത ക്ലോക്കും ഈ ലിവിങ് റൂമിൻ്റെ ഒരു അട്രാക്ഷനാണ്. പിന്നെ ലിവിങ് റൂമിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് അതിൻ്റെ ഒരു ചെറിയൊരു ഇൻഡസ്ട്രിയൽ രീതിയിലുള്ള ഒരു ചെറിയൊരു പാർട്ടീഷൻ നമ്മൾ കൊടുത്തേക്കുന്നത്. അതിൽ നമ്മൾ പ്ലൈവുഡ് ഉപയോഗിച്ച് മൈക്ക് ഒട്ടിച്ചിട്ടാണ് അതിൻ്റെ ബാക്കി പാർട്ടീഷൻസിൻ്റെ ബൾജ് ചെയ്തേക്കുന്ന ഏരിയ ഒക്കെ നമ്മൾ ചെയ്തേക്കുന്നത്. ഈ വീടിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് ഏരിയയിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയ. ഈ ഡൈനിങ് ഏരിയയിലാണ് ഈ വീടിൻ്റെ മെയിൻ യൂട്ടിലിറ്റീസ് എല്ലാം ഉള്ളത്. ഈ ഡൈനിങ് ഏരിയയിൽ നിന്നാണ് ഈ വീടിൻ്റെ സ്റ്റെയർ ഏരിയ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ ഈ ഡൈനിങ് ഏരിയയിലാണ് പൂജ ഏരിയ. ഈ ഡൈനിങ് ഏരിയയിൽ നിന്ന് തന്നെ തുടർച്ചയായിട്ടാണ് ഇതിൻ്റെ പാഷ്യോ ഏരിയ വരുന്നത്. അപ്പോൾ ഈ ഡൈനിങ് ഏരിയ നമ്മൾ അതേ ഇൻഡസ്ട്രിയൽ ഇൻറ്റീരിയർ തീമിൽ തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്തത്. ഒരു കഫേയുടെ മോഡലിലുള്ള കുറച്ച് പോർഷൻസ് ഒക്കെ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഈ ഏരിയനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു വാള് ഇതിൻ്റെ ബാക്കിൽ, ബ്രിക്ക് വാള് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ബാക്കിൽ. ലിവിങ് ഏരിയയിൽ നിന്നും ഒരു വുഡ് കളർ തീമിലുള്ള ഒരു ഫ്ലോറിംഗ് ടൈൽസ് നമ്മൾ ഡൈനിങ് ഏരിയയിലേക്ക് ഇങ്ങനെ കണ്ടിന്യൂഷനായിട്ട് പോകുന്നുണ്ട്. ആ ഒരു കണ്ടിന്യൂഷൻ അതിൻ്റെ സ്റ്റെയർ വരെ അത് കണ്ടിന്യൂഷനായിട്ട് അങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയുടെ ഒരു
അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് അതിൻ്റെ ഒരു ഹാങ്ങിങ് ലൈറ്റും അതുപോലെ ഒരു വാളുമാണ്. ഹാങ്ങിങ് ലൈറ്റ് നമ്മൾ തന്നെ മുള കൊണ്ട് ഒരു കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഡൈനിങ്ങിൻ്റെ സിറ്റിങ്ങിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ലെഫ്റ്റ് സൈഡിൽ നമ്മളൊരു ചെറിയൊരു വാള് പോലെ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ബ്രിക്കൊക്കെ ഒട്ടിച്ച് കുറച്ച് പ്ലാന്റ്സ് ഒക്കെ നിലത്ത് ക്രീപ്പർ പോലെ നിലത്തിട്ട് അതൊരു ഭംഗിയായിട്ട് ഡിസൈൻ. ഡൈനിങ്ങും നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്തതാണ്. 6x4 ഒരു വലുപ്പത്തിൽ നമ്മൾ GI പൈപ്പ് വെച്ചിട്ടാണ് ഡൈനിങ്ങിൻ്റെ മെയിൻ ഏരിയാസൊക്കെ ചെയ്തേക്കുന്നത്. മുകളിൽ നമ്മൾ പ്ലൈവുഡ് വെച്ച് മൈക്ക് ഒട്ടിച്ച് ഡൈനിങ് ടേബിൾ നമ്മൾ ഡിസൈൻ ചെയ്തു. ഡൈനിങ് ഏരിയയുടെ റൈറ്റ് സൈഡിലായിട്ടാണ് വാഷ് ഏരിയ വരുന്നത്. ഒരു ചെറിയൊരു വാഷ് ഏരിയയാണ്. നമ്മളതിലൊരു ഹാഫ് റൗണ്ടിലുള്ള ഒരു മിററെല്ലാം കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളറിലുള്ള ടേബിൾ ടോപ്പ് വാഷ് ബേസിനാണ് അവിടെ കൊടുത്തേക്കുന്നത്. അതൊരു ഓപ്പൺ തീമിലാണ് അതിൻ്റെ കൗണ്ടറും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തേക്കുന്നത്. ഡൈനിങ് ഏരിയയുടെ മറ്റൊരു സൈഡിലാണ് പൂജ ഏരിയ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഡൈനിങ് ഏരിയയുടെ റൈറ്റ് സൈഡിലുള്ള പാഷ്യോൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഡോറിൻ്റെ ഒരു സൈഡിലായിട്ടാണ് നമ്മൾ പൂജ ഏരിയ സെറ്റ് ചെയ്യുന്നത്. ഒരു വളരെ മിനിമലിസ്റ്റിക് രീതിയിലാണ് ആ പൂജ ഏരിയ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഒരു കൃഷ്ണൻ, ചെറിയൊരു കബോർഡ്, അത്ര തന്നെ. അങ്ങനെ വളരെ മിനിമലിസ്റ്റിക് ആയിട്ടാണ് ആ ഒരു ഏരിയ നമ്മൾ ചെയ്തേക്കുന്നത്. ഈ വീടിന്റെ ഏറ്റവും അട്രാക്റ്റീവ് ഏരിയയിലാണ് നമ്മൾ പാഷ്യോ. എനിക്കും ഈ വീടിന്റെ ഏറ്റവും ഫേവറേറ്റ് ഏരിയയാണ് ഈ പാഷ്യോ. ഈ പാഷ്യോ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കിച്ചണിനും ലിവിങ്ങിനും ഡൈനിങ്ങിനും 3 ഏരിയയിലേക്കും ഒരുപോലെ വ്യൂ കിട്ടുന്ന രീതിയിലാണ് നമ്മളിതിന്റെ പാഷ്യോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ലിവിംഗ് റൂമിൽ നിന്നും ഒരു വിൻഡോയും കിച്ചണിൽ നിന്നും ഒരു വിൻഡോയും ഡൈനിങ് ഏരിയയിൽ നിന്നും ത്രൂ ഔട്ട് നേരിട്ട് കിട്ടുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു പോർഷൻ നമ്മളിവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ബാക്ക് സൈഡിൽ GI വെച്ച് ഗ്രില്ല് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ മുകളിൽ ലൈറ്റ് കിടക്കാനായിട്ട് ഫൈബർ ഷീറ്റാണ് നമ്മൾ മുകളിൽ ഇട്ടേക്കുന്നത്. സൈഡുകളിലൊക്കെ നമ്മൾ പ്ലാന്റ്സ് ഒക്കെ വെച്ച് ഈ ഭാഗം ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. വീടിന്റെ ബെഡ്റൂംസിന്റെ ഡോർസ് എല്ലാം നമ്മൾ ചെയ്തേക്കുന്നത് ഫൈബർ ഡോർസ് ആണ്. FRP ഡോർസുകളാണ് ചെയ്തേക്കുന്നത്. നമ്മുടെ വീടിന്റെ എല്ലാ വർക്കും കഴിഞ്ഞ് ലാസ്റ്റ് ആണ് FRP ഡോർസ് എല്ലാം നമ്മൾ ഫിക്സ് ചെയ്തേക്കുന്നത്. ഒരു ബെഡ്റൂമിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഈ വീടിന്റെ ബെഡ്റൂമാണ് 10x10 സൈസിലുള്ള ഒരു ചെറിയൊരു ബെഡ്റൂമാണ് ഈ ബെഡ്റൂം. അതിന്റെ വാള് നമ്മൾ മൾട്ടിവുഡിന്റെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. വാള് അതിലൊരു കളർ കൊടുത്തത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ലെഫ്റ്റ് സൈഡിലാണ് ഈ വീടിന്റെ വാർഡ്രോബ് ചെയ്തത്. ഒരു 3 ഡോർ വാർഡ്രോബാണ് നമ്മളിവിടെ ഈ ബെഡ്റൂമിൽ നമ്മൾ ചെയ്തേക്കുന്നത്. ഒരു കോട്ടും നമ്മൾ ഒരു മുകളിലേക്ക് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു ബെഡ്റൂമാണ് ടോട്ടലി. ഈ വീടിന്റെ കിച്ചൺ ഏരിയയിലേക്കാണ് ഇപ്പോൾ നമ്മൾ കടന്നിരിക്കുന്നത്. അലുമിനിയം പ്രൊഫൈൽ വെച്ചിട്ടാണ് കിച്ചൺ ഏരിയ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അലുമിനിയം പ്രൊഫൈലിൽ മുകളിൽ ഗ്രാനൈറ്റിൻ്റെ ടോപ്പാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഒരു സിങ്ക്, അതുപോലെ തന്നെ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഹുഡ് ആൻഡ് ഹോബ്, ഇതെല്ലാം ഉൾപ്പെടുത്തി വളരെ ഒരു ചെറിയ രീതിയിൽ 300-258 സൈസിലാണ് ഈ കിച്ചൺ, 100 സ്ക്വയർ ഫീറ്റ് വലുപ്പത്തിലാണ് ഈ കിച്ചൺ നമ്മൾ ചെയ്തേക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഒരു കിഡ്സ് ബെഡ്റൂം എന്ന തീമിലാണ് നമ്മൾ ഈ ബെഡ്റൂം നമ്മൾ ചെയ്തേക്കുന്നത്. ഈ ബെഡ്റൂമിന്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് ഇതിന്റെ കോട്ടൊക്കെ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഒരു ഡബിൾ കോട്ട് കിഡ്സ് അവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു സിംഗിൾ കോട്ട് കട്ടിൽ നമ്മൾ
ചെയ്തിട്ടുണ്ട്. ആ കിഡ്സിന്റെ മുകളിലേക്ക് കയറാനായിട്ട് ഒരു കുട്ടി സ്റ്റെയർ ഒക്കെ നമ്മൾ വെച്ചിട്ട് നമ്മൾ തന്നെ സ്പെസിഫിക് ആയിട്ട് കസ്റ്റമൈസ് ചെയ്ത കട്ടിലാണ്. ഒരു കുട്ടി സ്റ്റെയർ എല്ലാം വെച്ച് നമ്മൾ ആ ഭാഗമൊക്കെ ഭംഗിയാക്കിയിട്ടുണ്ട്. നമ്മളിതിന്റെ സ്റ്റെയർ ഏരിയയിലാണ് നിൽക്കുന്നത്. സ്റ്റെയർ ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു വൈഡ് ഡൈനിങ് ഏരിയയുടെ ചേർന്ന് വരുന്ന ഒരു വൈഡ് ഏരിയ ആണ്. ഈ സ്റ്റെയർ ഹാൻഡിൽ നമ്മൾ ഡൈനിങ് ഏരിയയുടെ ഒരു സീലിംഗ് ഡിസൈനും കൂടി ഇതിനോട് ചേർന്ന് സ്റ്റെയർ ഹാൻഡിലായിട്ട് നമ്മൾ ഡിസൈൻ ആയിട്ട് കോൺടാക്ട് വരുന്നുണ്ട്. പിന്നെ സ്റ്റെയറിന്റെ വാൾ നമ്മൾ ജോലി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിൽ ഒരു CNCയുടെ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ട് അതിലൊരു ലീഫിന്റെ ഡിസൈൻ ഒക്കെ നമ്മൾ കൊടുത്തിട്ട് ഈ ഒരു വാൾ നമ്മൾ നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ ഏരിയയിലേക്ക് നമ്മൾ ടോപ്പിൽ നിന്നും സ്കൈലൈറ്റിന്റെ പോർഷനും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴും നല്ലൊരു സ്കൈലൈറ്റ് ഏരിയ ഈ ഏരിയയുടെ തൊട്ട് താഴെയുള്ള ഡൈനിങ് ഏരിയയിലേക്കും അതിന്റെ ഒരു സ്കൈലൈറ്റ് ഒക്കെ നമുക്ക് എപ്പോഴും കിട്ടും. ഈ ഒരു വീടിന്റെ ഒരു പോസിറ്റീവ് ഏരിയ ഈ സ്കൈലൈറ്റ് മുകളിൽ നിന്നും താഴെ പാഷ്യൂരിൽ നിന്നും വരുന്ന സ്കൈലൈറ്റ് ഏരിയ ആണ് ഈ വീടിന്റെ ഒരു പോസിറ്റീവ് എനർജി എപ്പോഴും നടക്കുന്നത്. മൂന്നാമത്തെ ബെഡ്റൂമാണ് ഈ വീടിന്റെ. ഈ ഒരു വീട് വളരെ ക്യൂട്ടായിട്ടാണ് ഈ ബെഡ്റൂം നമ്മൾ ചെയ്തേക്കുന്നത്. ഈ ബെഡ്റൂമിൻ്റെ പ്രത്യേകത വെച്ചാൽ റൈറ്റ് സൈഡിൽ ഒരു പ്രൈവറ്റ് കോർട്ട്യാർഡ് ഈ ഒരു ബെഡ്റൂമിന് വേണ്ടി മാത്രം ഉണ്ട്. ഈ ബെഡ്റൂമിന് ഹൈലൈറ്റ് ആവുന്ന രീതിയിൽ അതിലേക്ക് വെളിച്ചം കിട്ടുന്ന രീതിയിലും അതുപോലെ ബെഡിൻ്റെ ഓപ്പോസിറ്റ് രീതിയിലാണ് നമ്മൾ ഈ കോർട്ട്യാർഡ് ഏരിയ ചെയ്തേക്കുന്നത്. ഒരു ചെറിയൊരു ഏരിയ ആണ്. ഒരു 2 ഫീറ്റിൽ ലെങ്ത്തിലും ഒരു 6 ഫീറ്റ് വീതിയിലുള്ള ഒരു ചെറിയൊരു ഏരിയ ആണ്. പക്ഷേ ഈ വീടിൻ്റെ ഒരു ഈ ഒരു ബെഡ്റൂമിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു കോർട്ട്യാർഡ് ഏരിയ ആണ്. ഇതിൻ്റെ ബാത്റൂം നമ്മൾ ഡ്രൈ വെറ്റ് ഏരിയ തിരിച്ചിട്ടുണ്ട്. സെൻറ്ററിൽ നമ്മൾ വാഷ് ഏരിയ കൊടുത്ത് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലായിട്ടാണ് ഡ്രൈ വെറ്റ് ഏരിയ തിരിച്ചേക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ വെറ്റ് ഏരിയയിൽ കുളിക്കുന്ന ഏരിയയിൽ നമ്മൾ സൺലൈറ്റ് കിട്ടാവുന്ന രീതിയിൽ മുകളിൽ ചെറിയ ഒരു ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കൊച്ചു വീടിൻ്റെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുടെ വിശേഷങ്ങളുമായി കാണുന്നത് വരെ ബൈ ഫ്രം സനൂപ് ബാബു.